ഹായ് ഡിയേഴ്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാണ് പുതിയ അറിവ് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. കഴിഞ്ഞ വീഡിയോസിനൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം പുതിയ അറിവാണെന്നൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ അറിവ് എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ഇടണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിതുപോലെ തൊലിയോടുകൂടെ കഴിക്കുന്ന ഫ്രൂട്ട്സ് അല്ലെങ്കിൽ പച്ചക്കറികളാണെങ്കിലും അത് നല്ല പോലെ, ഇപ്പോൾ ഞാൻ മുന്തിരിയാണ് കേട്ടോ കാണിക്കുന്നത്. മുന്തിരി നല്ല പോലെ കഴുകിയെടുക്കുക. ആദ്യം 2-3 തവണ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ചിട്ട് കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് കഴുകിയെടുത്തിട്ട് കഴിക്കാം കേട്ടോ. കാരണം ഇതിലൊക്കെ ഒരുപാട് കീടനാശിനികളൊക്കെ തളിക്കുന്നുണ്ട്, കേട് വരാതിരിക്കാനും പിന്നെ അത് മുളപ്പിക്കുന്ന സമയത്തേ അത് നല്ല വിളവ് കിട്ടാനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതൊന്നും നമുക്ക് മാക്സിമം കളയാനൊന്നും പറ്റില്ലെങ്കിലും പുറത്തേക്ക് ഈ ഈച്ച വരാതിരിക്കാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് കെമിക്കൽസ് അതിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു പരിധി വരെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ പോവും കേട്ടോ. മുഴുവനായിട്ടും പോകുമെന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ മന്തി മജ്ബൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വലിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ മന്തിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ 2 പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അൽഫാമിനാണെങ്കിലും തന്തൂരിയൊക്കെ ആണെങ്കിലൊക്കെ കുറച്ചൊക്കെ വലിയ പീസാകുമ്പോൾ നമ്മൾ അതിലിങ്ങനെ വരഞ്ഞു കൊടുക്കും. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വരഞ്ഞു കൊടുക്കുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതിനുള്ളിലേക്ക് മസാലയൊക്കെ നല്ലപോലെ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സ്ക്വയർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു കത്തിയുടെ കൂർത്ത മുന വെച്ചിട്ട് ഇതുപോലെ നല്ല പോലെ കുത്തി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ മന്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാഗി ക്യൂബ് ചേർക്കാറുണ്ടല്ലേ, അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുക്കുകയാണ് അധികം ചെയ്യുന്നത്. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന സമയത്ത് അത് മിക്സിയിലൊന്ന് അരച്ചിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ അരച്ചെടുത്ത് ചേർക്കുകയാണെങ്കിൽ അത് നല്ല പോലെ അതിൽ പിടിച്ച് കിട്ടും കേട്ടോ. നമ്മൾ കൈകൊണ്ട് എത്ര പൊടിച്ചാലും നല്ല പോലെ അത് പൊടിഞ്ഞ് കിട്ടൂല. പിന്നെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, മന്തി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പുക വരാൻ വേണ്ടിയിട്ട് ഒരു ബൗളിൽ തീക്കാനിലിട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാറുണ്ടല്ലോ. ആദ്യം തന്നെ ആ ഒരു ബൗളിൽ എണ്ണ എടുത്തിട്ട് അതിലേക്ക് തീക്കാനിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ തീക്കാനിൽ ഇടുന്ന സമയത്ത് അത് കെട്ടുപോവേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ മാക്സിമം പുക നമുക്കതിൽ നിന്ന് കിട്ടും. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ അടി പിടിച്ച പാത്രങ്ങൾ അത് പെട്ടെന്ന് വിട്ട് വരാനുള്ളൊരു ട്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നല്ല പോലെ അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് കേട്ടോ കാണിക്കുന്നത്, സ്റ്റീലിൻ്റെതും കാണിച്ചു തരാം. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ നന്നായിട്ട് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അടിയിൽ പിടിച്ച ഭാഗമൊക്കെ നനയുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ പാത്രം കഴുകാൻ യൂസ് ചെയ്യുന്ന ലിക്വിഡ് അത് ഞാൻ 1 ടീസ്പൂണോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിത് കഴുകാൻ എത്രയാണോ യൂസ് ചെയ്യുക അതെടുക്കുക, അത്ര കുറച്ച് മതി കേട്ടോ. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് നല്ല പോലെ ഇത് തിളപ്പിച്ചെടുക്കുക. സാധാരണ നമ്മൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു ദിവസം അതങ്ങനെ അവിടെ വെക്കുകയാണല്ലോ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം കേട്ടോ. അതിങ്ങനെ പരന്നൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കഴുകി വെച്ചാലല്ലേ ഒരു സുഖം ഉണ്ടാവുമല്ലോ. അപ്പം പെട്ടെന്ന് കഴുകി വെക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പിറ്റേ ദിവസം കഴുകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഞാൻ മരത്തിൻ്റെ ഒരു സ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചൂടോടെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് അടിയിൽ നിന്ന് വിട്ട് കിട്ടും കേട്ടോ. നല്ല രീതിയിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടാവും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഇങ്ങനെ ഇളകി വരുന്നത്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരിക്കലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലേക്ക് സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒന്നും സ്പാച്ചുല ചട്ടകമൊന്നും എടുക്കരുത് കേട്ടോ. കാരണം അതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെടും. നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണല്ലേ. അപ്പം മരത്തിൻ്റെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഇത് നമുക്ക് കഴുകിയെടുക്കാം. കണ്ടോ, ഒരുവിധം ഇതിൻ്റെ താഴ്ഭാഗത്തുള്ളതെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ കഴുകുന്ന രീതിയിൽ, ഞാനൊരു തുണി വെച്ചിട്ടാണ് കഴുകുന്നത്. അപ്പോൾ അതുപോലെ കഴുകിയെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ വെള്ളമൊഴിച്ച് കുറേ സമയം വെക്കണം. ഏകദേശം ഒരു 12 മണിക്കൂറോളം നമ്മൾ ഓവർനൈറ്റ് ആണല്ലോ ഇതുപോലുള്ളതൊക്കെ വെക്കുക. അല്ലെങ്കിൽ പിന്നെ ഉരച്ച് കഴുകുമ്പോൾ അതിൻ്റെ
കോട്ടിങ്ങും ഒക്കെ നഷ്ടപ്പെടും. അപ്പോൾ അതൊന്നും ഇല്ലാതെ ചെയ്യണമെങ്കിൽ, പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇനി കണ്ടോ, നമ്മുടെ ഈ ഒരു കടായി ഇപ്പം നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു സ്റ്റീലിൻ്റെ കുക്കർ കാണിച്ചു തരാം. ഇതും ഇതുപോലെ അടിയിൽ പിടിച്ചതാണ് കേട്ടോ. നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ചട്ടകം കൊണ്ട് ഞാൻ നല്ല പ്രസ് ചെയ്ത് വരയുമ്പോൾ പോലും അത് വിട്ട് വരുന്നില്ല. അപ്പോൾ അതിലേക്കും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ സോപ്പ് ലിക്വിഡ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം കേട്ടോ. നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് ചൂടാവുമ്പോൾ തന്നെ ആ സോപ്പ് ലിക്വിഡും വെള്ളം കൂടെ പ്രവർത്തിച്ചിട്ട്, വെറും വെള്ളം വെച്ച് തിളപ്പിച്ചാൽ ഇത്രത്തോളം അടിയിൽ പിടിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഈ സോപ്പ് ലിക്വിഡും കൂടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് വിട്ട് വരുന്നത്. ഇതുപോലെ തിളക്കുമ്പോൾ തന്നെ ഒരു സ്റ്റീലിൻ്റെ ആണ് കേട്ടോ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. കാരണം ഇത് സ്റ്റീലിൻ്റെ കുക്കറാകുമ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ചട്ടകം എടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടോ, വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാക്സിമം നമുക്ക് ഈ ഒരു സമയത്ത് തന്നെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിന് ചെയ്ത പോലെ തന്നെ ചെയ്യാം കേട്ടോ. തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തണുത്ത് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ ഇതും തണുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ, ഇതുപോലെ കരിയൊക്കെ ഉണ്ടെങ്കിൽ സിങ്കിലേക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിക്കരുത് കേട്ടോ. സിങ്ക് ബ്ലോക്കാവും. ഇതിപ്പോൾ അങ്ങനെ ഒരുപാടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിതും ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ പോലും യൂസ് ചെയ്യേണ്ടി വന്നില്ല. കണ്ടോ, അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. സോപ്പ് ലിക്വിഡിന് പകരം വേറൊരു ഐഡിയ കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം. കണ്ടോ, നമ്മുടെ കുക്കർ ഇപ്പോൾ നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, വെജിറ്റബിൾസൊക്കെ വളരെ നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ. നമുക്കിപ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ബീറ്റ്റൂട്ട് ആണെങ്കിലും ക്യാബേജ്, സവാള ഒക്കെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണമെങ്കിൽ ഒരുപാട് സമയം വേണമല്ലേ. അപ്പോൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട്, മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് കത്തി പോലും യൂസ് ചെയ്യാതെ ഇത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് ക്യാരറ്റും ബീറ്റ്റൂട്ടും ക്യാബേജും സവാളയൊക്കെ നല്ലപോലെ കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിൻ്റെ അംശം വേണ്ട കേട്ടോ. വെള്ളമില്ലാതെ ചെയ്യുമ്പോഴായിരിക്കും ഒന്നുകൂടെ പെർഫെക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റൊക്കെ ഞാനിവിടെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പൊടിയായിട്ട് അരിയാനുള്ളൊരു ട്രിക്കാണ് കാണിക്കുന്നത്. വലുതായിട്ട് അരിയാൻ നമുക്ക് അത്ര വലിയ സമയമൊന്നും വേണ്ടല്ലോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഞാൻ സൗണ്ട് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം അതെങ്ങനെയാണ് കറക്കിയെടുക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക, എന്നിട്ട് ഓഫാക്കുക, ഒന്നുകൂടെ കറക്കുക, ഓഫാക്കുക, അങ്ങനെ 2-3 തവണ. തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ഏതൊരു പാകത്തിലാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ക്യാരറ്റ് നല്ല പോലെ പൊടിയായിട്ടുണ്ട്. നമുക്ക് തോരനൊക്കെ വെക്കാൻ ബെസ്റ്റാണ് കേട്ടോ. കത്തി പോലും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ക്യാബേജ് ആണെങ്കിലും സവാള ആണെങ്കിലും പിന്നെ ബീറ്റ്റൂട്ട് ആണെങ്കിലും ഒക്കെ ചെയ്തെടുക്കാം. തോരനൊക്കെ വെക്കാൻ എത്ര സമയം വേണം നമുക്ക് പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, ക്യാബേജ് അരിഞ്ഞത് വളരെ നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ സവാളയും അതുപോലെ തന്നെ. ഇത് വെച്ചിട്ട് സലാഡൊക്കെ ഉണ്ടാക്കാൻ സൂപ്പറാണ് കേട്ടോ. സവാള വെച്ചിട്ട് ബീറ്റ്റൂട്ടും കണ്ടോ, എല്ലാം വളരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ അരിഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ചോപ്പറും ഒന്നും വേണ്ട. നമുക്ക് വളരെ എളുപ്പത്തിൽ മിക്സി യൂസ് ചെയ്തിട്ട് പച്ചക്കറികളൊക്കെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ പറ്റും. ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉള്ള, അതായത് കുക്കുംബർ, ടൊമാറ്റോ, അതൊന്നും ഇങ്ങനെ അരിയാൻ പറ്റില്ല കേട്ടോ. കാരണം വെള്ളം അധികം, നമ്മൾ ഇതന്നെ വെള്ളമൊക്കെ തുടച്ചെടുത്തത് വെള്ളം അധികമായി പോയി കഴിഞ്ഞാൽ അത് അരഞ്ഞു പോവുകയാണ് ചെയ്യുക. ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടൂല, അരഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പം ഇനി വെജിറ്റബിൾസൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത ടിപ്സ് ഏതൊക്കെയായിരുന്നെന്ന് താഴെ നിന്ന് കമൻ്റ് ഇടണേ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.